നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ ലഭ്യമാണ്. പോളി ബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില ഒന്നിന് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 8281200673. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ജൂൺ 1-ന് 18-നും 40-നും ഇടയിൽ പ്രായം ഉള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം 2026 ജൂൺ 20-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 695004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 9446453247. ഇമെയിൽ qcotvm.diary@kerala.gov.in. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ക്ലാസ്സിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ഈ മാസം 9-ന് തെങ്ങ് കൃഷി, നടീലും പരിപാലന രീതികളും, 12-ന് പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18-ന് ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23-ന് കൂൺ കൃഷി, 27-ന് വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കാർഷിക നിർദ്ദേശം: ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് 1 സെൻറ്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂട് ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാങ്കോസെബ് 1 ലിറ്റർ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കി വച്ച ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച തണലത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കുക. കാർഷിക വാർത്തകൾ സമാപിച്ചു.